വീണ ടിയും മുഹമ്മദ് റിയാസിനുമെതിരായ ഇഡി നീക്കത്തിൽ രാഷ്ട്രീയ പ്രതിരോധവുമായി സിപിഐഎം. കോഴിക്കോട് മുതലക്കുളത്ത് ഇന്ന് നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. വാർത്താക്കുറിപ്പിറക്കിയതിൽ ഗൂഢാലോചനയില്ല എന്ന പിണറായി വിജയന് ഇഡി മറുപടി നൽകി. ഇഡിയിൽ വിശ്വാസമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചു. വീണ വിജയനെതിരായ ഇഡി അന്വേഷണം രാഷ്ട്രീയ ഗൂഢനീക്കത്തിന്റെ ഭാഗമാണെന്ന നിലപാടിലാണ് സിപിഐഎം. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മകൾ എന്ന നിലയിലാണ് വീണയ്ക്കെതിരെ അന്വേഷണം നടക്കുന്നതെന്ന് ആരോപിച്ചിരുന്നു. പാർട്ടിക്കും നേതാക്കൾക്കുമെതിരായ കേന്ദ്ര ഏജൻസികളുടെ നടപടികൾക്കെതിരെ ശക്തമായ രാഷ്ട്രീയ പ്രതിരോധം ഉയർത്തുകയാണ് വിശദീകരണ യോഗത്തിലൂടെ സിപിഐഎം ലക്ഷ്യമിടുന്നത്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെയും അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെയും വീട്ടിൽ ഇഡി കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയിരുന്നു. അതേസമയം ഇഡി രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ നടത്തുന്ന സ്ഥാപനമാണെന്നും ഇഡിയുടെ ഒരു നിലപാടിനെയും കോൺഗ്രസ് അനുകൂലിക്കുന്നില്ലെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. ഇഡി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി കേന്ദ്രത്തിന്റെ ഇടപെടൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് ഇഡിയുടെ ഒരു നിലപാടിനെയും കോൺഗ്രസ് അനുകൂലിക്കുന്നില്ല. CMRL എക്സാലോജി കേസിൽ അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തുമെന്നായിരുന്നു BJP നേതാവ് ഷോൺ ജോർജിന്റെ പ്രതികരണം. ചുമ്മാ നടക്കുന്ന വീണയ്ക്ക് എന്തിനാ നാട്ടുകാർ പൈസ കൊണ്ട് കൊടുക്കുന്നത്? അത് പിണറായി വിജയന്റെ മകളായതുകൊണ്ടല്ലേ കൊടുത്തത്. CMRL കമ്പനിയിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുള്ള മുഴുവൻ നേതാക്കളിലേക്ക് അന്വേഷണം പോകണമെന്ന് തന്നെയാണ് എന്റെ നിലപാട്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെയും പാർട്ടി നേതാവിന്റെയും വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് പരസ്യ പ്രതിരോധത്തിന് പാർട്ടി രംഗത്തെത്തുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.